ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ രാവിലെ പുളിമാത്തെ വീട്ടിൽ നിന്നുമാണ് പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. നടന്നത് വൻ ഗൂഢാലോചന എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുന്നത് എന്നാണ് സൂചന. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, SIT അന്വേഷണം തുടങ്ങി 6ാം ദിവസമാണ് കേസിലെ നിർണായകമായൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ അത് അറിവാകാനുള്ളതേ ഉള്ളൂ. എങ്കിൽ പോലും താൻ ഇതിൻ്റെ ഒരു ഭാഗമാണ്, പക്ഷേ ഗൂഢാലോചനയിൽ ഇനിയും ആ പട്ടിക ഇനിയും നീളും എന്നു തന്നെയല്ലേ ആ മൊഴിയുടെ ഒരു സാരാംശം? ശ്രീജ, ഇന്നലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം ഈഞ്ചക്കൽ വിജിലൻസ് ഓഫീസിലെത്തി പ്രത്യേക അന്വേഷണ സംഘം വിശദമായൊരു ചോദ്യം ചെയ്യൽ നടത്തിയതിനു ശേഷമാണ് ഇന്ന് പുലർച്ചെ ഏകദേശം 3 മണിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഈ അറസ്റ്റിൽ പ്രധാനമായും ചോദ്യം ചെയ്യലിൽ നിർണായകമായ പല മൊഴികളും ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് SITക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. ആ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ വിശദമായ രീതിയിൽ ആ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി മറുപടി പറഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ വലിയ രീതിയിലുള്ള ഒരു വൻ ഗൂഢാലോചനയാണ് ഈ സ്വർണ്ണക്കവർച്ചയെ സംബന്ധിച്ചിടത്തോളം നടന്നിരിക്കുന്നത് എന്നാണ് വിവരം. ഈ പ്രധാനമായും ഇതിനു മുൻപൊക്കെ തന്നെ ഉയർന്നു വന്ന ചോദ്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കായിരുന്നില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ തന്നെ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ ഇപ്പോൾ ഒരു കൃത്യമായ ഉത്തരം ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് മുമ്പാകെ നൽകിയിരിക്കുന്നു എന്നാണ് വിവരം. ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായുള്ളൊരു ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നത്. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ, ഈ ദേവസ്വം ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതിൽ സഹായിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന മൊഴിയിൽ സൂചിപ്പിക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ളയിൽ ഇത്രയും വലിയൊരു വർഷങ്ങളായി നടത്തിയിരിക്കുന്ന ഒരു സ്വർണ്ണക്കൊള്ള 2019 ഈ ദ്വാരപാലക ശില്പങ്ങളിലെ ഈ പാളികളും മറ്റും ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കൾക്കൊക്കെ തന്നെ, സുഹൃത്തുക്കളാണ് ഇത് ഏറ്റെടുക്കാൻ അവിടെ എത്തുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ഓരോ ദിവസവും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ഉയർന്നു വന്ന പ്രധാന ചോദ്യം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇത് സാധ്യമാണോ എന്നുള്ളതാണ്. തീർച്ചയായും ഇന്ന് നൽകിയിരിക്കുന്ന മൊഴിയിൽ അത് അത്തരത്തിലല്ല എന്ന് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ നൽകിയിരിക്കുന്ന മൊഴി. അതായത് ഇത് കൃത്യമായി ഈ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും അദ്ദേഹത്തിന് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അവർ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന മൊഴി. അതുകൊണ്ട് തന്നെ നിർണായകമായ പല വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനിയും ഒരു പക്ഷേ ഈ പട്ടിക നീണ്ടേക്കാം, പലതരത്തിൽ പലരുടെയും അറസ്റ്റ് ഉണ്ടായേക്കാം, ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ അറസ്റ്റിലേക്ക് ഒരു പക്ഷേ ഇത് നയിച്ചേക്കാം എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ പ്രധാനമായും ഈ സഹായം ചെയ്ത ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പ്രതിഫലം താൻ നൽകിയിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആരൊക്കെയാണ് ഈ വിഷയത്തിൽ കുടുങ്ങുക എന്നുള്ള കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇന്നലെ ഏകദേശം ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണോ? അദ്ദേഹത്തെ രാവിലെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി എന്നറിയാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം ചെറിയൊരു ഇടവേളയുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണോ? ശ്രീജ, ഇന്നലെയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാക്കുന്നത്. അതിനുശേഷം മണിക്കൂറുകളുടെ ഒരു ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം പുലർച്ചെ വീണ്ടും തിരികെ ഈ പ്രത്യേക അന്വേഷണ സംഘം ഇവിടെ എത്തിക്കുന്നു. അതിനുശേഷം ഇപ്പോഴും നിലവിലും ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നിലവിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നേരത്തെ അറിയിച്ചിരുന്നത് ഒരു 7 മണിയോടുകൂടി അദ്ദേഹത്തെ റാന്നിയിലേക്ക് കൊണ്ടുപോകാനായി തിരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും അല്പം വൈകുകയാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ റാന്നിയിലേക്ക് കൊണ്ടുപോകും. ഇന്ന് തന്നെ റാന്നി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പത്തനംതിട്ട റാന്നി കോടതിയിൽ ഹാജരാക്കും. അതിനു മുമ്പ് ഇന്നലെയൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം വൈദ്യപരിശോധനയ്ക്കൊക്കെ എത്തിച്ചിരുന്നു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അറസ്റ്റിന് പിന്നാലെ പോറ്റിയും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ പരിശോധനയ്ക്കായൊക്കെ എത്തിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ഈ പ്രത്യേക അന്വേഷണ സംഘം ഇവിടെ എത്തിച്ച് ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു. ഏതായാലും ചോദ്യം ചെയ്യലിൽ നിർണായകമായ വിവരങ്ങൾ നിർണായക വിവരങ്ങൾ തന്നെയാണ് ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്നതും വൻ ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ്. ഈ
ഈ സ്വർണം എവിടെ പോയി, അത് വിറ്റോ എന്നുള്ള കാര്യമൊക്കെയാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും തട്ടിയെടുത്ത സ്വർണം പങ്കിട്ടെടുത്തു എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളൊക്കെ തന്നെ വളരെയധികം നിർണായകമല്ലേ, പ്രത്യേകിച്ച് വരും മണിക്കൂറുകൾ. ശ്രീജ സൂചിപ്പിച്ചതുപോലെ വരും മണിക്കൂറുകൾ അതിനിർണായകമാണ്. കാരണം ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന മൊഴി നമുക്ക് ഇത്ര മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഈ കവർച്ച ചെയ്ത സ്വർണം അദ്ദേഹത്തെ സഹായിച്ച ഉദ്യോഗസ്ഥർക്ക് പങ്കിട്ട് നൽകിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഗുരുതരമായ ഒരു അത്രയും നിർണായകമായ ഒരു മൊഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ വരും മണിക്കൂറുകൾ അതിനിർണായകമാണ്. ആരുടെയൊക്കെ പേരുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു, ആരെക്കുറിച്ചൊക്കെയാണ് പരാമർശിച്ചിട്ടുള്ളത്, ഏതൊക്കെ ഉദ്യോഗസ്ഥരുടെ പേരുകളാണ് പറഞ്ഞിരിക്കുന്നത് എന്നത് സംബന്ധിച്ചതിലൊക്കെ തന്നെ ഒരു വിശദമായ വിവരങ്ങൾ വരാനുണ്ട്. ഇതിലൊക്കെ തന്നെ ആർക്കൊക്കെയാണ് ഇനി കുരുക്കു വീഴുക, ഈ വരും മണിക്കൂറുകളിൽ ഇനി എന്തൊക്കെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും, ആരെയൊക്കെ ചോദ്യം ചെയ്യും എന്നതിലൊക്കെ ഒരു അറിയാനുണ്ട്. അതൊക്കെ തന്നെ വളരെ നിർണായകമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കൃത്യമായ രീതിയിൽ ഈ അന്വേഷണം പുരോഗമിക്കുക. ഏതായാലും SIT അന്വേഷണ ചുമതല ഏറ്റെടുത്ത 6 ദിവസങ്ങൾക്കകമാണ് കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ നിന്നും ഇപ്പോൾ വ്യക്തമായ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരം. ഈ കൽപേഷ് എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തിനാണ് ഈ സ്വർണം നൽകിയത് എന്നതൊക്കെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ ഉണ്ടായിരുന്നത്. കൽപേഷ്, നാഗേഷ് തുടങ്ങുന്ന 2 സുഹൃത്തുക്കൾക്കാണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധം. അവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം നൽകിയിരുന്നു. അതിനുശേഷം ഈ നാഗേഷ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഹൈദരാബാദിലുള്ള സുഹൃത്താണ്. അവർക്ക് ഈ സ്വർണ്ണപ്പണി നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനത്തിൽ എത്തിച്ചായിരുന്നു ഈ സ്വർണം ഇത്തരത്തിൽ തിരിമറി നടത്തിയത് എന്നത് സംബന്ധിച്ചതിലൊക്കെ തന്നെ ആദ്യം മുതൽക്ക് സംശയമുണ്ടായിരുന്നു. അതിലൊക്കെ തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യം ചെയ്യലിൽ വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരം. ഏതായാലും നിർണായക വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ എന്തൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ അന്വേഷണ സംഘം ഏത് തരത്തിലുള്ള നീക്കങ്ങളായിരിക്കും ഉണ്ടാകുക, ആരെയൊക്കെ ചോദ്യം ചെയ്യും എന്നത് സംബന്ധിച്ചതിലൊക്കെ തന്നെ നിർണായകമായ ഒരു മണിക്കൂറുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നിയിലേക്ക് കൊണ്ടുപോകാനായി അത് തന്നെയാണ് ഇന്നത്തെ മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്. എന്തായാലും വൈദ്യപരിശോധന പൂർത്തിയാക്കി അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യുകയാണെന്ന് ആതിര പറഞ്ഞു. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. തുടർന്നുള്ള നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? ശ്രീജ, ഇന്നലെ വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, അതിനുശേഷം ഇവിടെ ചോദ്യം ചെയ്യലിന് എത്തിക്കുന്നു. മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. ഏകദേശം 10 മണിക്കൂറിലധികം അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിന് ശേഷം വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. അതിനുശേഷം തിരികെ ഇവിടെ എത്തിച്ചു. വീണ്ടും ചോദ്യം ചെയ്യൽ തുടരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം ഈ പുലർച്ചെ ഒരു 6:30യോടുകൂടി അദ്ദേഹത്തിന്റെ സഹോദരനെ ഉൾപ്പെടെ ഇവിടെ വസ്ത്രങ്ങളുമായിട്ടൊക്കെ എത്താനുള്ള പറയുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ അല്പസമയത്തിനകം അദ്ദേഹത്തെ പുറത്തെത്തിക്കും. അതിനുശേഷമായിരിക്കും പത്തനംതിട്ട റാന്നി കോടതിയിലേക്ക് ഇന്ന് തന്നെ ഏകദേശം ഉച്ചയോടുകൂടി ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. റാന്നി കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി ഒരുപക്ഷെ വീണ്ടും വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്കൊക്കെ തന്നെ കടന്നേക്കാം. ഏതായാലും നിലവിൽ അദ്ദേഹം ഈ തിരുവനന്തപുരം വിജിലൻസ് ഓഫീസിലാണുള്ളത്. അതിനുശേഷമായിരിക്കും അല്പസമയത്തിനകം അദ്ദേഹത്തെ റാന്നിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് അല്പസമയത്തിനകം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തെത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.